ഭാഗവും ഗുണനവും. 6 മീറ്റർ നീളമുള്ള ഒരു നാടേന 2 സമഭാഗങ്ങളാക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആ ചോദ്യം കേട്ടാൽ തന്നെ തിരിയും. 6 മീറ്ററിന് 2 സമഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ 6ൻ്റെ പകുതി, അതായത് 3 മീറ്റർ. അതായത് പകുതിനെ നമുക്ക് 1/2 ഭാഗമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 6 മീറ്ററിൻ്റെ 1/2 ഭാഗമാണ് 3 മീറ്റർ. 6 മീറ്ററിൻ്റെ 1/2 ഭാഗമാണ് 3 മീറ്റർ. ഗുണനഫലമായിട്ട് എഴുതുന്നതാണെങ്കിൽ 6 × 1/2 സമം 6ൻ്റെ 1/2 ഭാഗം 3. 6 മീറ്റർ നാണ്ട 3 സമഭാഗമാക്കുക എന്നുണ്ടെങ്കിൽ എങ്ങനെയാവും? 6ൻ്റെ 1/3 ഭാഗം 2 മീറ്റർ. ഇനി വേറൊരു ചോദ്യം. 2 മീറ്റർ നീളമുള്ള നാടേന 3 സമഭാഗങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്ന് നോക്കുക. ആദ്യം 2 മീറ്ററിനെ ഓരോ മീറ്ററായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ ഓരോ മീറ്ററിനെയും 3 സമഭാഗങ്ങളാക്കിയിട്ട് അതിൽ 2 ഭാഗങ്ങൾ എടുക്കുക. അതായത് എന്താണ്? 2 മീറ്ററിൻ്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ 2/3 മീറ്ററാണ്. വേറൊരു ചോദ്യം. 5 കിലോഗ്രാമിൻ്റെ കാൽഭാഗം എത്രയാണ്? 5 കിലോഗ്രാമിൻ്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ 5ൻ്റെ 1/4 ഭാഗം 5/4. അതായത് എന്ത് ചെയ്താ? 1 1/2 1/2. 4 കിലോഗ്രാമിൻ്റെ കാൽഭാഗം 1 കിലോഗ്രാം. മിച്ചമുള്ള 1 കിലോഗ്രാമിൻ്റെ കാൽഭാഗം എത്ര? 1/4 കിലോഗ്രാം. അതായത് 1/4 കിലോ. 1 1/4. ഓക്കെ. 5 കിലോഗ്രാമിൻ്റെ അപ്പോൾ 1 1/4. 5ൻ്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ 5/4. 5/4 അതായത് 5/4 എന്നല്ല, 5/4 അതായത് 1 1/4. ഇനി ഈ കണക്ക് നോക്കുക. 9 ലിറ്റർ പാലുണ്ട്. അത് 3 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര കിട്ടുന്ന ചോദ്യം. അപ്പോൾ 9 ലിറ്ററിൻ്റെ 3 കുട്ടിക്ക് വീതിച്ചു എന്ന് പറഞ്ഞാൽ 9 × 1/3. ഇപ്പോൾ 3 ലിറ്ററാണ് ഒരു കുട്ടിക്ക് കിട്ടുക. ഇനി 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിൽ എങ്ങനെ? 9ന് 4 പേർക്ക് വീതിക്കുകയാണ് 9 × 1/4. അതായത് 9/4. അങ്ങനെ പറഞ്ഞാൽ 2.25 ലിറ്റർ കിട്ടും 4 ഒരു കുട്ടിക്ക്. ഇനി 6 കിലോഗ്രാം അരിയുണ്ട്. 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 5 സഞ്ചികളാക്കി. ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 5 സഞ്ചിയിലാക്കി. അപ്പോൾ 6ൻ്റെ 5 6/5. 6ൻ്റെ 1/5 ഭാഗം 6/5 എന്ന് വരും. ഇനി 4 സഞ്ചികളിലാക്കിയാലോ? 6/4. അതായത് 6ൻ്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/2. ഇനി 7 മീറ്റർ നീളമുള്ള ചരട് 6 സമഭാഗങ്ങളാക്കി. ഒരു കഷ്ണത്തിന് നീളം എത്ര? 7ൻ്റെ 1/6 ഭാഗം, അതായത് 7/6. അതായത് 1 1/6 എന്ന് പറയാം. ഇനി 3 സമഭാഗങ്ങളാക്കുന്നുണ്ടെങ്കിലോ? 3 സമഭാഗങ്ങളാക്കുന്നുണ്ടെങ്കിൽ 7 മീറ്റർ 7/3. 7 × 1/3 അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 4/3. 1 4/3. ഭാഗങ്ങൾ കണക്കാക്കാനുള്ള ക്രിയാരീതി നോക്കുക. എങ്ങനെയാണ്? 8ൻ്റെ 1/4 ഭാഗം എത്ര എന്ന് പറഞ്ഞാൽ 8നെ 4 സമഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? 2 അല്ലേ? അപ്പോൾ ഗുണനഫലമായിട്ട് എഴുതാമെന്ന് പറഞ്ഞാൽ 8 × 1/4 8/4 2. 8ൻ്റെ 3/4 ഭാഗം എന്ന് പറയുമ്പോൾ 8 × 3/4. ഇതാ 8 × 3/4 സമം എത്രയാണ്? 6. ഇതിനെങ്ങനെയും ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 8/4 എന്ന് പറഞ്ഞാൽ 2ആണ്. 2 × 3 6. ഇനി 8 × 3/4 8നെ 3 കൊണ്ട് ഗുണിച്ച് 24. എന്നിട്ട് 4 കൊണ്ട് ഹരിച്ചാലും ചെയ്യാം. ഇനി 9ൻ്റെ 3/4 ഭാഗം എന്ന് പറഞ്ഞാൽ 9 × 3/4 9/4 × 3. ഇവിടെ 9/4നെ 2 1/4 എന്നെഴുതി തൊടുന്നതിനേക്കാൾ എളുപ്പം എങ്ങനെ ചെയ്യാനാണ്? 9 × 3/4 എന്ന് പറഞ്ഞാൽ 9/4 × 3. 9നെ 3 കൊണ്ട് ഗുണിച്ച് 27/4. ഇനി 27/4നെ 24 + 3/4 എന്ന് എഴുതി 24/4 + 3/4 അതായത് 6 3/4 എന്ന് കിട്ടും. ഇനി ഈ കണക്ക് നോക്കുക. 7 മീറ്റർ നീളമുള്ള ഒരു ചരടിനെ 3/5 ഭാഗം മുറിച്ചെടുക്കണം. ഇത് എത്ര മീറ്ററാണ്? 7ൻ്റെ 3/5 ഭാഗമാണ് കണക്കാക്കേണ്ടത്. എങ്ങനെ കണക്കാക്കുക?
7 × 3/5. 7നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 5 കൊണ്ടായിരിക്കുക. 21/5. അതിന് നമുക്ക് 21-ന് 20 + 1 എന്ന് മാറ്റാം. അപ്പോൾ 4 1/5 എന്ന് കിട്ടും. അതായത് 4 മീറ്ററും 20 സെൻറ്റിമീറ്ററും എന്ന് നമുക്ക് പിരിച്ചെഴുതാം. 1/5 എന്ന് 20 സെൻറ്റിമീറ്റർ. ഇനി ഈ കണക്ക് നോക്കിയാട്ടെ. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ഇതിൽ 3/5 ഭാഗം പെൺകുട്ടികളാണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ടെന്ന് പറയാം. 35 കുട്ടികളിൽ 3/5 ഭാഗം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ 35 × 3/5. അപ്പോൾ 35/5 × 3 ചെയ്യുക. 35/5 എന്ന് പറഞ്ഞാൽ 7 × 3. എത്ര പെൺകുട്ടികളാണ്? 21 പെൺകുട്ടികൾ. ബാക്കി ആൺകുട്ടികളായിരിക്കും. 10 കിലോഗ്രാം അരി 8 സഞ്ചികളിൽ ഒരേപോലെ നിറച്ചു. അതിൽ 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ എത്ര കിലോഗ്രാം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 10 കിലോഗ്രാം അരി ഉള്ള അരിനെ 8 സഞ്ചി എന്ന് പറയുമ്പോൾ 10/8. 10/8 ഒന്നിൽ എത്രയുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. 10/8 നമുക്ക് എങ്ങനെ എഴുതാം? 8 കൂട്ടണം 2/8. 8/8 1 2 അല്ല, ഇവിടെ നിന്ന് ചുരുക്കുക. 10/8 ഇവിടെ നിന്ന് ചുരുക്കിയാൽ എത്രയാവും? ചുരുക്കം 5/4 കിട്ടും. 5/4 നമുക്ക് എങ്ങനെ എഴുതാം? 1 1/4. അപ്പോൾ ഒരു സഞ്ചിയിൽ 1 1/4 1/4. 3 സഞ്ചിയിൽ എത്രയാണ് ചോദിക്കുന്നത്. അപ്പോൾ 1/4 കൂട്ടണം 1 1/4 കൂട്ടണം 1 1/4 3 3/4 ഉണ്ടാവും. 3/4. ചിത്രത്തിലെ ചതുരത്തിൻ്റെ പരപ്പളവ് 27 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. അതിലെ ഒരേപോലെയുള്ള 9 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഇതാ, നിറം കൊടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്ററാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു ഭാഗത്തിൻ്റെ കണ്ടുപിടിക്കുക. 27/9 ചെയ്താൽ എത്രയാണ്? 27 9 കൊണ്ട് ഹരിച്ചാൽ 3. ഒരു ഭാഗത്തിൻ്റെതാണപ്പോൾ 3 ചതുരശ്ര സെൻറ്റിമീറ്റർ ഒരു ഭാഗത്തിൻ്റെ പരപ്പളവ്. അതുപോലെ നിറം ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 2 3 4 5 ഭാഗം. അപ്പോൾ 3 × 5 15 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ക്ലിയർ ആയിരിക്കും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിരിക്കട്ടെ പിന്നെ ഒരു ദിവസം വരുന്നതായിരിക്കും.